രാഹുൽ ഗാന്ധി കേരളത്തിലെ UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചത് ഹിന്ദു വിരുദ്ധ വികാരം പ്രോത്സാഹിപ്പിക്കുന്നതിനാണെന്ന പ്രചാരണവുമായി BJP. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടെ കോൺഗ്രസിന്റെ പതാക പിടിക്കുന്നതിനു പകരം മുസ്ലിം ലീഗിന്റെ കൊടിയാണ് രാഹുൽ പിടിച്ചതെന്നും ഇത് ഹിന്ദു വിരുദ്ധതയ്ക്ക് എരിവ് പകരാനാണെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയും BJP നേതാവുമായ പ്രഹ്ലാദ് ജോഷി ആരോപിച്ചു. ഹുബ്ബള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ജോഷി ഇങ്ങനെ പറഞ്ഞത്. ലീഗിനെതിരെ നിശിത വിമർശനമുന്നയിച്ചുള്ള പ്രസ്താവനകൾ നടത്തിയ ജോഷി അവരുമായി ചേർന്ന് കോൺഗ്രസ് മത്സരിക്കുന്നതിനെ ചോദ്യം ചെയ്തു. മുസ്ലിം ലീഗ് ഹിന്ദുക്കളെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും ഹിന്ദുക്കളെ വധിക്കാനും ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ജോഷി മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ഉന്നയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുകയും അവരുമായി ചേർന്ന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്യുന്നതിലൂടെ രാഹുൽ ഗാന്ധി ഹിന്ദുവിരുദ്ധ സംഭവങ്ങൾക്ക് ആക്കം കൂട്ടുകയാണെന്നും ജോഷി പറഞ്ഞു. കർണാടകയിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഉത്തരവാദിയാണ്. ജയ് ശ്രീറാം വിളിച്ചതിന് ആക്രമണം നടത്തിയതടക്കമുള്ള സംഭവങ്ങൾ കോൺഗ്രസിന്റെ ആശീർവാദത്തോടെയാണ് നടക്കുന്നതെന്നും കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ നിലപാടുകളുടെ തെളിവാണിതെന്നും പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായും ജോഷി ആരോപിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.